കുറെ ഞാൻ അവനോട് പറഞ്ഞു, മതിയടാ മതിയാക്കടാ, നിനക്ക് വല്ലടാ അമ്മേമ്മ എങ്ങോട്ടും. എന്ത് കഷ്ടം അവൻ്റെ മോന്തയ്ക്കൊന്ന് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു വേണ്ട, സുന്ദരനാക്കാനായിട്ടില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചതാ. ഞാൻ അവനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, മാതി പൊളിക്കാനാണ് എനിക്ക് തോന്നിയത്. അവിടെ എന്നെ അതിൻ്റെ ഇടയ്ക്ക് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മ അവിടെ ഉണ്ടടാ, നീ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ അടങ്ങിക്കാണും. എന്നാലും ഞാൻ രക്ഷപ്പെടാൻ നോക്കി. നിങ്ങൾ പറ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എത്ര ഫോഴ്സിനായി ഇവർ ഈ കാറ്റടിക്കുന്നത്? മോന്തയ്ക്കൊന്നും കൊടുത്തു കിട്ടിയത് അക്കത്തിന് ഞാൻ. ഇത്രേ കാറ്റ് വരുന്ന ഈ മെഷീൻ തള്ളി പൊട്ടിച്ച് കളയാനാണ് എനിക്ക് തോന്നിയത്. പുറത്ത് നിന്ന് അമ്മ എന്നെ കൊഞ്ചിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഞാൻ എങ്ങനെ ക്ഷമിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവൻ്റെ മോത്ത് ഞാൻ മാതിക്കൂറിയാനെ. ഓ കഴിഞ്ഞു. പിന്നെ മുടി വെട്ടാൻ തുടങ്ങി ഗൈസ്. എന്തോ ഒരു മുടിയുള്ള ഞാനായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞതാ ഇത്രയും ചെറുതാക്കണ്ടാന്ന്. പക്ഷെ എൻ്റെ തൈസൊക്കെ പിടിച്ച് കാണിക്കുന്നുണ്ടോ? അമ്മ പറഞ്ഞു ഇതാ ഭംഗി, ഇത്രയും മുറിച്ച് കളയണം, എന്നാലേ സുന്ദരക്കുട്ടനാവുള്ളൂ. അപ്പൊ പിന്നെ ഞാനത് വിചാരിച്ചു, ഇനി വളരുമല്ലോ. ഈ പറഞ്ഞാരെ എപ്പ കഴിയാനാണ്? 1 മണിക്കൂറായി എന്നെ ഇവിടെ കുടിച്ച് നിർത്തിയിട്ട്. തൂക്കിയിട്ടും ചെരിച്ച് വളർത്തിയും ഒന്നും പറയണ്ട ഗൈസ്. ഇറച്ചിയിട്ട് വെട്ടിയിട്ട് അതുപോലെ ഇല്ലേ എന്നെ കാണുമ്പോ ഇപ്പോ. പിന്നെ ചീകി വൃത്തിയാക്കി നെക്കൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഗൈസ്. അവൻ എനിക്ക് ആവശ്യമായിരുന്നു, കാരണം അവിടെ കുറച്ച് ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഇറങ്ങി നിന്ന് കൊടുത്തു. ഇതെപ്പ കഴിയുമോ എന്തോ. എടാ കൊച്ചുകാർക്ക് മതിയടാന്ന് ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പക്ഷെ ആര് കേൾക്കാൻ, ആരോട് പറയാനും. പിന്നെ എന്നെ ഇരുത്തി വെച്ച് ആ ഷേപ്പിലങ്ങ് കട്ട് ചെയ്യാൻ തുടങ്ങി. രാമേൻ്റെ പോലെ ഞാനവിടെ കടന്നു. പിന്നെ അതേ എൻ്റെ വാല് പൂത്തിരി പോലെയാക്കി അവൻ കട്ട് ചെയ്യുന്നുണ്ടോ. പിന്നെ അതേ കാലിൻ്റെ അടിയിലെ ഹെയറൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഫൈനൽ ടച്ചപ്പും കഴിഞ്ഞ് നേരെ അമ്മേൻ്റെ അടുത്ത് എത്തി. സമാധാനമായി.